ഇന്ന് നമുക്ക് സമാധാനിക്കാം. ശാന്തിപ്രിയയുടെ പരിപാടി ഒരു 2.5 ലക്ഷം 3 ലക്ഷം പേര് കണ്ടു. അപ്പോൾ നവമാധ്യമത്തിൻ്റെ കാലമാണ്. അപ്പം ഇനിയും ചിലർ വരും, നമുക്ക് കാത്തിരിക്കേണ്ട, ആരംഭിക്കാം. അപ്പോൾ ഈ ഇന്നത്തെ വിഷയം നവസാങ്കേതിക വിദ്യയും ചലച്ചിത്രവും എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ എന്നുള്ളത് തന്നെ ശാസ്ത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. കാലാകാലങ്ങളിലുണ്ടാകുന്ന എല്ലാ ശാസ്ത്രീയമായ അപ്ഡേറ്റുകളും ചലച്ചിത്രം എന്നുള്ള കലയിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ ആളുകൾ മുമ്പ് സിനിമ കാണുമ്പോൾ സാധാരണമല്ലാത്ത, അവർക്ക് ദഹിക്കാത്ത കാര്യങ്ങളെ അവർ സിനിമ ടെക്നിക്കാണെന്ന് പറയാറുണ്ട്. അത്രയും ധാരണ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് ഉണ്ട്. ആ സാധാരണ ആളുകൾ പറയുന്ന സിനിമ ടെക്നിക്കിനപ്പുറത്തേക്ക് സിനിമയുടെ വിധാനങ്ങൾ വലിയ തോതിലേക്ക് മാറിയിട്ടുണ്ട്. കേവലം ഭാവനയിൽ നിന്ന് മാത്രം നിന്നിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇപ്പോൾ AI ടൂളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമ എങ്ങനെ മാറും, എങ്ങനെ അതിജീവിക്കും എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട്, അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ എന്നുള്ള കല മുമ്പോട്ട് തന്നെ പോവുകയാണ്. നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ, റിട്ടൺ വേൾഡിനേക്കാൾ കൂടുതൽ വ്യൂ ചെയ്യുന്ന ആളുകളായി മാറുകയാണ്. അപ്പോൾ ധാരാളമായി ആളുകൾ സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു, നവമാധ്യമങ്ങളിൽ കൂടി സിനിമ കാണാൻ പറ്റുന്നു. അപ്പോൾ സിനിമ എന്നുള്ള സമ്പ്രദായം അതിൻ്റെ സാങ്കേതിക വിദ്യകളിൽ കൂടി തന്നെ ധാരാളം ആളുകളിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് സിനിമാരംഗത്ത്, അതായത് പഴയ ഓൾഡ് സ്കൂളിൽപ്പെട്ട ആളുകൾ പലപ്പോഴും അമ്പരന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ ചില സംവാദങ്ങൾ ഒക്കെ തന്നെ ഗുരുസ്ഥാനീയരായി നിന്നുകൊണ്ട് ആളുകൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ പഴയ വർത്തമാനമായി മാറിപ്പോവുകയാണ്. പണ്ടുകാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പഠനങ്ങൾ, അന്നത്തെ സാങ്കേതിക ഉപകരണങ്ങൾ, അന്നത്തെ വിഷ്വലിന്റെ സാധ്യതകൾ, അതെല്ലാം ടോട്ടലി മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ ആളുകൾക്ക് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ശക്തമായി പറയുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നവ സാങ്കേതിക വിദ്യയെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഏതളവിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അതിന്റെ ഈസ്തെറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഡിബേറ്റ് ചെയ്യുകയും സമൂഹത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും വേണം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒന്നാണ്. അതുവഴി സാംസ്കാരിക വിനിമയം തന്നെ ഒരു രാഷ്ട്രീയമായി മാറുന്ന കാലമാണ്. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഓരോ വിഷയത്തെയും കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലിബറേറ്റിന്റെ ഭാഗമായി സാധാരണ ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ സംഘടിപ്പിക്കുന്ന സാമ്പ്രദായികമായ ഒരു കാര്യമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ സാഹിത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ലളിതമായ, എല്ലാവർക്കും ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ ധാരാളം പ്രേക്ഷകർ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഈ സാങ്കേതിക വിദ്യ എല്ലാ രംഗത്തും അമ്പരപ്പ് ഉളവാക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടെ സംസാരിച്ച സരുക്കായി പറഞ്ഞൊരു കാര്യം, എല്ലാ കാലവും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ സാങ്കേതിക വിദ്യ നിൽക്കുമോ എന്നൊരു പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാം ധാരണ സാങ്കേതിക വിദ്യ അവസാനം മനുഷ്യൻ തന്നെ ജയിക്കും എന്നുള്ള അവസ്ഥ, എല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സാങ്കേതിക വിദ്യ മനുഷ്യന് മറികടക്കുന്ന ഒരു കാലം വന്നു ചേരും. ഈ സാങ്കേതിക വിദ്യ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുകയാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ തന്നെ ഏത് മനുഷ്യൻ ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മളാണോ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥാപനമാണോ, ഒരു രാജ്യമാണോ, കോർപ്പറേറ്റുകളാണോ? അപ്പൊ അത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യ മുന്നേറുന്നത്. അപ്പോൾ അതിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പുതിയ സാങ്കേതിക വിദ്യ സമൂഹത്തിലും നോളജിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ സ്വാംശീകരിക്കണം, അമ്പരന്ന് നിൽക്കണമോ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണമോ എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മുടേതായ പരിമിതിക്കകത്തുനിന്നാണ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ആള് കുറഞ്ഞു പോയതിലുള്ള ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ പങ്കെടുക്കുമെന്ന് ഏറ്റിട്ടുള്ള ശ്രീ B. അജിത് കുമാർ, അദ്ദേഹം അസുഖം കാരണം എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് VK ജോസഫാണ്. ചിന്തയുടെ ജനറൽ മാനേജറായിരുന്ന ശ്രീ VK ജോസഫ്. അപ്പോൾ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലൂടെ, സിനിമാ പഠനങ്ങളിൽ കൂടെ, യാത്രകളിലൂടെ, കവിതയിലൂടെ, ഏറ്റവും അവസാനം നോവലിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രയാണപഥം. ധാരാളമായി സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന, വളരെ വ്യക്തമായ രാഷ്ട്രീയത്തോട് ഇടപെടുന്ന, പല ആളുകളും മറച്ചു നിൽക്കുമ്പോഴും വളരെ മടിച്ചു നിൽക്കുമ്പോഴും വളരെ ശക്തമായി രാഷ്ട്രീയമായി ഇടപെടുന്ന, കലയെ ഉപയോഗിക്കുന്ന ശ്രീ VK ജോസഫിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിധു വിൻസെന്റ് നമ്മുടെ എക്കാലവും നമ്മുടെ സ്വന്തം ആളാണ്. ഏതൊരു പ്രോഗ്രാമിലും അറിയിച്ചാൽ ഉടൻ തന്നെ ഇവിടെ എത്തുന്ന ഒരാളാണ്. ചരിത്രകാരി എന്ന നിലയിലും
അദ്ദേഹം ഇപ്പം വിധുവും യാത്രാ വിവരണത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയും യാത്രയെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതെന്ന് വി കെ ജോസഫിനെ പോലെ നമ്മൾ നോക്കുകയാണ്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരൊക്കെ തന്നെ വലിയ യാത്രക്കാരും അല്ല എഴുത്തുകാരുമാണ്. അപ്പോൾ എല്ലാ തരം കലയെ ഉൾക്കൊള്ളുന്ന ഒരു കലയെന്ന നിലയ്ക്ക് സിനിമയിൽ അങ്ങനെ വരൂ. സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളുകൾ പല രംഗത്ത് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീദേവി പി അരവിന്ദാണ്. ഈ എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ഫിലിം സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ചലച്ചിത്ര പഠനം നടത്തുന്ന ശ്രീമതി ശ്രീദേവി പി അരവിന്ദനെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി വരാനുള്ളത് സന്തോഷ് ടി കുരുവിളയാണ്. അദ്ദേഹം ഈ യാത്രയിലാണ് ഇങ്ങോട്ടേക്ക്. ഈ യാത്രയ്ക്ക് ഇവിടെ എത്തിച്ചേരുന്നില്ല എങ്കിൽ ഓൺലൈനായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യം ശ്രീ വി കെ ജോസഫ് ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. വേദിയിലുള്ള സുഹൃത്തുക്കളായ വിധു വിൻസെൻ്റ്, ശ്രീദേവി, രാധാകൃഷ്ണൻ ചെറുവല്ലി, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പെല്ലാം എല്ലാവരും വളരെ ഉത്കണ്ഠയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ ഈ നവസാങ്കേതിക വിദ്യയുടെ ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ 2025 അത് സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊക്കെ AI മാത്രമാണുള്ളത്. AIയുടെ വരവോടെ സിനിമ എന്താവും എന്നുള്ള പേടിയാണ്. ഒരു സിനിമ തന്നെ ആധുനികമായ ഒരു കലാരൂപമാണ്. സിനിമ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലല്ല ഉണ്ടായിരുന്നത്. അത് കാലാകാലത്ത് വന്നിട്ടുള്ള സാങ്കേതിക വികാസങ്ങളുടെ ഫലമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണ് സിനിമ കൂടുതൽ സിനിമയായി മാറിയത്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്കറിയാം സൈലൻറ്റ് സിനിമയാണ്, ശബ്ദമൊന്നുമില്ല. അപ്പോൾ ആ കാലത്ത് സിനിമ എടുക്കുന്ന ആളുകൾ ശബ്ദമില്ലല്ലോ, സംഭാഷണമൊന്നുമില്ല. അപ്പോൾ സിനിമ എടുക്കുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ ആക്ടർമാർ ഉപയോഗിക്കുന്ന രീതിയല്ല പിന്നീട് ശബ്ദം വന്നപ്പം ഉള്ളത്. ശബ്ദമില്ലാത്തപ്പം അഭിനേതാക്കളുടെ ശരീരഭാഷയും അവരുടെ മുഖഭാവങ്ങളും ഒരു ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും ഫ്രെയിമിലുമൊക്കെ തന്നെ അതിൻ്റെ ഭംഗിയിലാണ് കൂടുതൽ നിന്നിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൗണ്ട് വന്നപ്പോൾ അത് മാറി. ഇപ്പോൾ സൗണ്ട് വന്നപ്പം അതൊരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അന്ന് ഒരു സിനിമയിൽ സൗണ്ട് ഉപയോഗിക്കാതെ സമയത്ത് സൗണ്ട് വരുന്നു. അപ്പോൾ സൗണ്ട് വന്നപ്പോൾ അത് സിനിമയെ കൊല്ലുമെന്ന് പറഞ്ഞ വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്, ചലച്ചിത്രകാരന്മാർ. അതിൽ പ്രധാനി ഒരാൾ ചാർലി ചാപ്ലിനായിരുന്നു. ചാപ്ലിൻ ഇനി സിനിമ എടുത്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. അദ്ദേഹം കുറേ നാൾ അവിടെ തന്നെ സൈലൻറ്റ് സിനിമ തന്നെ ചെയ്ത് കുറച്ചാൾ നിശബ്ദമായി. അവസാനം അദ്ദേഹം ഒരു സിനിമ ചെയ്തു സൗണ്ടിൽ, ആ മോൺസൂർ ബെർദോ എന്നുള്ള സിനിമ ചെയ്തു.
പക്ഷെ സിനിമയ്ക്കൊന്നും സംഭവിച്ചില്ല. ചാപ്ലിൻ്റെ സിനിമയും ഈ കാലത്തെ അതിജീവിച്ച് വളർന്നു. പിന്നീട് വന്ന സൗണ്ട് സിനിമയും വളർന്നു. അത് ആദ്യമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നിറമൊന്നുമില്ല, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഷെയ്ഡിലാണ് കാണുന്നത്. അപ്പം എങ്ങനെയാണ് മനുഷ്യർ ഇപ്പം പ്രകൃതിയൊക്കെ മനസ്സിലാക്കുക? ഇപ്പം ഇലകൾ പച്ചയാണെന്നും പൂവ് ഇപ്പോൾ റോസപ്പൂവ് റോസയാണെന്നൊക്കെ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പ്രകൃതിയിൽ കണ്ടിട്ടുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിനെ നമ്മൾ തന്നെ മനസ്സിൽ കണ്ടിട്ടാണ് കളറാക്കി, നമ്മൾ കളറാക്കി അതിനെ. അതിനുശേഷം യഥാർത്ഥത്തിൽ കളർ വന്നു. കളർ വന്നപ്പോഴും സിനിമയുടെ സൗന്ദര്യം പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കളർ വരുമ്പോൾ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിനുള്ള ഡെപ്ത് ഇല്ലാതായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമ ഉണ്ടാവേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് എന്ന് ബലമായി കുറേ നാൾ വിശ്വസിച്ച ആൾക്കാരുണ്ട്. പിന്നീട് അവരും മാറി, സൗണ്ട് വന്നു, അല്ല കളർ വന്നു. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ. പിന്നെ 3D വരുന്നു, നമ്മൾ വിഷൻ തന്നെ മാറുന്നു. നമ്മൾ ഒരു കാഴ്ചക്കാരനായി വളരെ അകലെ ഇരുന്ന് സിനിമ കാണുന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഇടയ്ക്ക് സിനിമ നടക്കുന്ന പോലെ, നമ്മളതിൽ പാർട്ടാവുന്നത് പോലെ, നമ്മൾ അഫക്റ്റഡ് ആവുന്നത് പോലെ 3D വന്ന് നമ്മളെ വലയം ചെയ്തു. 3D കാണുമ്പോൾ എക്സ്പീരിയൻസ് വേറെയാണല്ലോ. അതും ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. പിന്നീട് ഈ ഡിജിറ്റൽ, പഴയ ക്യാമറമാരെ ഡിജിറ്റൽ ക്യാമറ വരുന്നു. ഡിജിറ്റൽ ക്യാമറ വരുമ്പോഴും ഡിജിറ്റൽ ക്യാമറകൾക്ക് ഒരു കാരണവശാലും ഒരിക്കലും സെല്ലുലോയിഡിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല, അതിനുള്ള ഡെപ്ത് എന്തായാലും ഉണ്ടാക്കാൻ കഴിയില്ല, അതിനുണ്ടാവുന്ന ഭംഗി ഉണ്ടാവില്ല. സിനിമാറ്റിക് ആയിട്ടുള്ള അതിൻ്റെ വ്യൂയിങ് തന്നെ മാറുകയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ധാരാളം സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്. ഇന്നും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിക്കുമ്പോൾ ഡിജിറ്റൽ ക്യാമറ പിന്നീട് വളരെ പെട്ടെന്ന് മാറി 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 കൂടുതൽ കൂടുതൽ പിന്നെ മെച്ചപ്പെടുകയും ഫിലിമിനൊപ്പം നിൽക്കാൻ പറ്റുന്ന പോലുള്ള അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയുടെ ക്വാളിറ്റി കൂടുന്നതും സ്വാഭാവികമായി വന്നുകൊണ്ടിരുന്നു. അപ്പോഴും സിനിമ പെട്ടെന്ന് അവരുടെ അടുത്തൊന്നും നിന്നു പോയിട്ടില്ല. പിന്നെ ടെലിവിഷൻ വരുന്നു. അപ്പോൾ ടെലിവിഷൻ വന്നതോടെ ടെലിവിഷൻ സിനിമയുടെ ശത്രുവാണ് എന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. ഇനി സിനിമയില്ല, ടെലിവിഷനുള്ളൂ. പക്ഷെ ടെലിവിഷൻ സിനിമയുടെ സ്പേസ് അപഹരിക്കല്ല ചെയ്തത്. ടെലിവിഷൻ സിനിമയ്ക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത്. സിനിമ ടെലിവിഷനെയും ടെലിവിഷൻ സിനിമയും സഹായിച്ചിട്ടുണ്ട്. പിന്നീടാണ് ശരിക്കുള്ള ഒരു റിയൽ ന്യൂ മീഡിയ എന്നുള്ള നിലയിൽ ഇൻ്റർനെറ്റിൻ്റെ വലിയ വിപ്ലവം വരുന്നത്. ഇൻ്റർനെറ്റ് വരുന്നതോടെ മനുഷ്യരുടെ കാഴ്ചയുടെ ദൃശ്യപരമായ ഇടപെടലിൻ്റെ അനുഭവങ്ങളുടെയൊക്കെ തന്നെ മാറ്റം വരികയാണ്. ഫേസ്ബുക്ക് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലുള്ള വരുന്നു, നിരവധി ബ്ലോഗുകൾ വരുന്നു. അങ്ങനെ ധാരാളം ഈ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് സിനിമയെ റീഡിഫൈൻ ചെയ്യാൻ നിർബന്ധിതമാക്കുകയാണ്. ഇപ്പോൾ സിനിമയുടെ അതിന് ഫ്രെയിമിൻ്റെയൊക്കെ ആസ്പെക്ട് റേഷ്യോ മാറുകയാണ്. വലിയ സ്ക്രീനിലേക്ക് ഉണ്ടാക്കുന്ന സിനിമ ഇപ്പോൾ ടെലിവിഷൻ്റെ കാഴ്ചയ്ക്ക് പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കാഴ്ചയ്ക്ക് പറ്റുന്ന വിധത്തിൽ
അതിൽ OTT പ്ലാറ്റ്ഫോമിൻ്റെ സിനിമയുടെ കാഴ്ചകൾക്ക് പറ്റുന്ന വിധത്തിൽ അതിന് ഫോർമാറ്റും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ ഉണ്ടാവുമോ, സിനിമ നിലനിൽക്കുമോ എന്നുള്ള പേടിയുണ്ടാവും. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സിനിമയൊക്കെ നിലനിൽക്കും തന്നെയാണ്. ഏതൊക്കെ മാറ്റങ്ങൾ വന്നാലും സിനിമയ്ക്ക് ആ വലിയ സ്ക്രീനിൽ അതിൻ്റെ പലതരം മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും, സാങ്കേതികമായ പല മാറ്റങ്ങളുമായിരിക്കും. എങ്കിലും വലിയ സ്ക്രീനിൽ ഇമേജുകൾ, ജീവിതം ഒക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള നമുക്ക് അത്തരം സിനിമകൾ വലിയ ഈ സൗണ്ടിൻ്റെയൊക്കെ ക്വാളിറ്റി, സിനിമാറ്റോഗ്രാഫിയുടെ പ്രത്യേകതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാഴ്ച സാധ്യമാവുന്ന വിധത്തിൽ ഒരു റിയൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരുന്നത് തിയേറ്റർ തന്നെയാണ്. ഇപ്പം തിയേറ്ററിന് പകരം വെക്കാൻ പറ്റില്ല, പക്ഷേ തിയേറ്ററിന് പകരമായി ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വരികയാണ്. അപ്പോൾ അത് ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഒരു സാധ്യത കൂട്ടുകയാണ്. അവർക്ക് വീട്ടിലിരുന്ന് സിനിമ കാണാം, അവർക്ക് യാത്ര ചെയ്യുമ്പം സിനിമ കാണാം. അപ്പോഴും ഈ പുതിയ സാങ്കേതിക വിദ്യ അങ്ങനെ ചെറിയ സ്ക്രീനിൽ സിനിമ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ രീതി മാറ്റിക്കൊണ്ടിരിക്കും. അതിന് പറ്റുന്ന പ്രൊഡക്ഷൻസ് വേറെ. ഇപ്പോൾ സീരീസുകളൊക്കെ അങ്ങനെ വരുന്ന അങ്ങനെയാണ്. സീരീസൊക്കെ ചെറിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന തരത്തിൽ ആണ് അതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രെയിമിംഗ് ആണെങ്കിലും അതിൻ്റെ സൗണ്ടാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. പിന്നീടാണ് ഇപ്പോൾ AI ഒക്കെ വരുന്നത്. AI വരുന്നതോടെ തന്നെ AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ AI എടുത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ലേഖനം എഴുതിത്തരാൻ പറഞ്ഞാൽ അപ്പോഴ് തരും. നമ്മളൊരു വിഷയം പറഞ്ഞു കൊടുത്താൽ മതി, ഒരു ചിത്രം വരച്ചു തരാൻ പറഞ്ഞാൽ ചിത്രം വരച്ചു തരും. ഒരു റിയൽ ഫോട്ടോഗ്രാഫ്, ഏതെങ്കിലും ഒരു ഇവൻ്റ് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു ഫോട്ടോ തരാൻ പറഞ്ഞാൽ അത് തരും. സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആളുകളെ ഇപ്പം പിന്നെ കുറച്ച് പ്രായമായ നടനെ, നടിയെയും അവരുടെ യുവത്വകാലത്തെ ചില വേഷങ്ങൾ അഭിനയിപ്പിക്കാൻ പറ്റും. സൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് സിനിമയിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത്ര മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ആളുകളെ പറ്റിക്കാനായിട്ട് ആള് എന്ന് തോന്നുന്ന വിധത്തിൽ മറ്റൊരാളുടെ സ്വരം എടുത്ത്, ഇപ്പം രാജേഷ് സംസാരിക്കുന്ന പോലെ രാജേഷിൻ്റെ മുഖം വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. രാജേഷ് അറിയുന്നുണ്ടാവില്ല ഒന്നും, പക്ഷെ രാജേഷിൻ്റെ ഫേസും എല്ലാം ഉപയോഗിച്ച് സൗണ്ടൊക്കെ അതേപോലെ കൊടുത്ത് പിന്നെ സംസാരിപ്പിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ AI വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും സിനിമയുടെ ഇടപെടൽ എന്നുള്ള സംശയം വരും. AIയുടെ അമിതമായ ഉപയോഗം കൊണ്ട് ഹോളിവുഡിലൊക്കെ പണിമുടക്ക് നടക്കുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ, ചലച്ചിത്രകാരന്മാർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അങ്ങനെ നിരവധി തൊട്ടുകൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ഫുൾ ടൈം ജോലി കുറഞ്ഞു. വർക്കിംഗ് അവേഴ്സ് കുറച്ചിട്ട് അത് AI കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവർക്ക് ജോലി കുറഞ്ഞപ്പോൾ അവർ സമരത്തിലിറങ്ങി. പിന്നെ കരാറുണ്ടാക്കി തൽക്കാലം സമരം നിർത്തി. എങ്കിലും ആ ഭീഷണിയൊക്കെ വീണ്ടും വരാം. അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നത്, ഈ AI ഉപയോഗിച്ച് മനുഷ്യനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ചിലരൊക്കെ പറയുന്നത് ഇപ്പോൾ അങ്ങനെ സാധിക്കും എന്നാണ്. മനുഷ്യനെ മൊത്തം കൺട്രോൾ ചെയ്യാൻ ഒരുപക്ഷെ ഇതിനെ കഴിഞ്ഞേക്കാം, യന്ത്രങ്ങൾ കഴിഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ സങ്കല്പത്തിൽ ഇപ്പം മെട്രിക്സ് ഒക്കെ പോലുള്ള സിനിമകൾ അങ്ങനെയാണ്. മെട്രിക്സ് പോലുള്ള സിനിമയൊക്കെ പിന്നെ വാച്ചോസ്കി ബ്രദേഴ്സ് ഉള്ള സിനിമയാണ് മെട്രിക്സ്. അത് ഒരു സാധ്യതയാണ്.
അത് നമ്മൾ പൊളിറ്റിക്കലി റീഡ് ചെയ്താലും അത് സിനിമയുടെ മാത്രം കഥയല്ല, അത് പൊളിറ്റിക്കലി ഇതിനകത്ത് പെട്ടുപോയ, സമൂഹത്തിനുള്ളിൽ പെട്ടുപോയ മനുഷ്യർ അവരറിയാതെ തന്നെ അവരെ ഉപയോഗിച്ച് അവരുടെ ഊർജം ഊറ്റിയെടുത്ത് അവരുടെ എനർജി എടുത്ത് വേറൊരു കൂട്ടർ വളരുന്നുണ്ട്. അപ്പം അവരിങ്ങനെ വളർത്തുമൃഗങ്ങളായി കിടക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിൽ നടക്കുന്നത് അങ്ങനെയാണ്. നമ്മളെയൊക്കെ നമ്മുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടാണ് മുതലാളിത്തം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സങ്കല്പത്തിൽ സാധാരണ മനുഷ്യരുടെ ഒരു ലോകവും മറ്റുള്ളവരുടെ യന്ത്രങ്ങളുടെ ഒരു ലോകവും ആയി. യന്ത്രമാണോ മനുഷ്യനാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലാണ് അത്തരം സിനിമകളൊക്കെ അവരുടെ ഭാവനയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ എങ്ങനെയാണെങ്കിലും പൂർണ്ണമായി ഞാൻ വിചാരിക്കുന്നത് മനുഷ്യനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എന്തായാലും ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെങ്കിലും യന്ത്രങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന കാര്യം. മനുഷ്യൻ്റെ കുറേ ഗുണങ്ങൾ, മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ AI-ക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ AI ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ AI ലേഖനം എഴുതുമെന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അത് ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, അവൈലബിൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. അത് അതിവേഗത്തിൽ തയ്യാറാക്കുന്നുണ്ട്. മനുഷ്യന് ഇത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റില്ല. മനുഷ്യനിപ്പോൾ എത്രയോ ദിവസം റിസർച്ച് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ചെറിയ സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ക്രിയേറ്റീവായി പുതുതായി ഒന്നുണ്ടാക്കാൻ AI-ക്ക് അത്ര സാധ്യമാവുന്ന പ്രശ്നമുണ്ട്. മനുഷ്യരുടെ ഫീലിങ്സിനെ എങ്ങനെയാണ് AI-ക്ക് സിനിമയിൽ കൊണ്ടുവരാൻ കഴിയുക? AI-ക്ക് മനുഷ്യരുടെ ഉദാഹരണത്തിന് ഈ AI-ക്ക് ശരിക്കും പ്രണയിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അവരുടെ ലൈംഗിക ജീവിതം എന്തായിരിക്കും? അവർക്ക് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? യന്ത്രങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ? റോബോട്ടുകൾക്ക്? അതുകൊണ്ട് അതിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ തീർച്ചയായും ആർട്ടിസ്റ്റിന് ഈ AI-യുടെ സാങ്കേതിക വിദ്യയൊന്നും ഒരു ഭീഷണിയാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ താൽക്കാലികമായിട്ടുള്ള ജോലി പെട്ടെന്ന് കുറയുക, അതിൻ്റെ സാധ്യത കുറയുക, അവരുടെ തൊഴിൽ സാധ്യത പെട്ടെന്ന് കുറഞ്ഞു വരും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഉള്ള ജോലി കുറയും. അപ്പോഴും സ്ക്രിപ്റ്റ് എഴുതാൻ ക്രിയേറ്റീവായിട്ടുള്ള ആൾ വേണ്ടി വരും. എഡിറ്റിങ്ങിൻ്റെ ഇതിനും കുറേ അധികം സഹായിക്കാൻ പറ്റും. അപ്പോഴും സംവിധായകൻ്റെ ഉള്ളിലുള്ള അയാൾക്ക് മാത്രം അറിയാവുന്ന ചില സിനിമയുടെ വിഷൻസ് ഉണ്ടാവും. അത് ഏത് വീക്ഷണത്തിലാണ്, ഏത് ആംഗിളിലാണ് എന്ന് തീരുമാനിക്കുന്ന അയാളാണ്. അപ്പം അങ്ങനെ അയാളുടെ സിനിമ പൂർണ്ണമായിട്ടും ഉണ്ടാവാൻ സംവിധായകന് മാത്രമേ പറ്റൂ. സിനിമാറ്റോഗ്രാഫർക്കും അയാൾ ആലോചിക്കുന്ന, അയാൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ഫ്രെയിം അയാൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് AI ചിലപ്പോൾ സഹായിക്കാൻ പറ്റും, ചിലപ്പോൾ വരച്ചു കൊടുക്കാനൊക്കെ പറ്റും. അത് ചെയ്യുന്നത് മനുഷ്യൻ തന്നെയായിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് നവസാങ്കേതിക വിദ്യ വലിയ സാധ്യതകളും ഒപ്പം വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സാധ്യത എന്നാൽ ഈ പറഞ്ഞ നവമാധ്യമങ്ങളുടെ കാലത്താണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡെവലപ്മെൻറ്റും ഉണ്ടായിരിക്കുന്നത്. എല്ലാ OTT പ്ലാറ്റ്ഫോമുകൾ സിനിമയുടെ മാർക്കറ്റിങ്ങിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററുകൾക്ക് താൽക്കാലികമായ ചില തിരിച്ചടികൾ എൻ്റെ ആദ്യകാലത്തുണ്ടാവുമെങ്കിലും മനുഷ്യർ വീണ്ടും നല്ല സിനിമ കാണാനായി തിയേറ്ററുകൾ എക്സ്പീരിയൻസിന് വേണ്ടി തിയേറ്ററിലേക്ക് തന്നെ പോകും. നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ
ധാരാളം കോൺട്രിബ്യൂഷൻ ഈ നവസാങ്കേതിക വിദ്യ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പോൾ ടിക്ടോക്ക് പോലുള്ള സംഗതിയിലാണെങ്കിലും എല്ലാത്തിലും സിനിമയുടെ ഒരു സ്പർശമുണ്ട്. സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അത് അതിൻ്റെ ദൃശ്യപരതയാണ്. ആ ദൃശ്യപരത, ആ ദൃശ്യത, അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് പലയിടത്തും കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓരോന്നിനും ആ തരത്തിൽ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ പോലും ഈ ഒരു ഇൻ്റർനെറ്റ് വേൾഡാണ് വാസ്തവത്തിൽ. ഇപ്പോൾ ബ്ലോഗിംഗ് ഉണ്ട്, ബ്ലോഗുകൾ, അതും ഒരുതരം സിനിമയാണ് വാസ്തവത്തിൽ. നമുക്ക് വിഷ്വലി ക്യാപ്ചർഡ് ആവുന്ന ഇമേജിനെ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് ഒരു കഥ പറയുകയാണ്. ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ തന്നെ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നവസാങ്കേതിക വിദ്യ സിനിമയെ സഹായിക്കുകയാണ് ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താൽക്കാലികമായ ചില തിരിച്ചടികളും ചില പ്രതിബന്ധങ്ങളും ചില വെല്ലുവിളികളും തീർച്ചയായും പക്ഷെ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും സിനിമയുടെ ഭാവി നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരു ഓപ്റ്റിമിസ്റ്റാണ് ഞാൻ. അതുകൊണ്ട് വലിയ ബിഗ് സ്ക്രീനിൽ സിനിമ നിലനിൽക്കും. മാത്രമല്ല, ഈ വെല്ലുവിളി നേരിടാൻ സിനിമ ബിഗ് സ്ക്രീനിലുള്ള വേറെ തരത്തിലുള്ള കാഴ്ചാനുഭവങ്ങൾക്ക് വേണ്ടി സാങ്കേതിക വിദ്യയുടെ തന്നെ സഹായത്തോടെ പുതിയ രീതികൾ ആലോചിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയാണ് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനുള്ളത്. റിതു വിൻസെന്റ്. പ്രിയപ്പെട്ട ജോസഫേട്ടൻ, പ്രിയ രാജേഷ്, പ്രിയ സുഹൃത്ത് ശ്രീദേവി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലേ അപ്പുറത്ത് ഏതാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച്? ഞാനിപ്പോൾ ശ്രീദേവിനോട് പറയായിരുന്നു, നമുക്ക് ഇത് കേൾക്കണോ അതോ ആ പാട്ട് കേൾക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് ഒന്നും പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോസഫേട്ട സംസാരിക്കുമ്പം. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് പൊതുവെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം ഞങ്ങളെല്ലാം ഒരേ കാര്യം തന്നെയാണല്ലോ ഈ പറയാൻ പോകുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ജോസഫേട്ടൻ പറഞ്ഞതിന് കുറച്ച് ഭിന്നമായിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ പറയാനെന്ന് എനിക്ക് തോന്നുന്നു. ജോസഫേട്ടൻ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വരവ് പ്രത്യേകിച്ചും സിനിമയിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറു ചരിത്രം സൂചിപ്പിച്ചു. വരെ എത്തി നിൽക്കുന്ന സിനിമയുടെ ഒരു ഭൂമികയെക്കുറിച്ചും ജോസഫേട്ടൻ പറഞ്ഞു നിർത്തി. 2 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം, നമ്മുടെ IFFKയിൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന IFFKയിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു. അകം എന്ന സിനിമ സംവിധാനം ചെയ്ത ശാലിനിയുടെ സിനിമയായിരുന്നു അത്. ശ്രീദേവിയൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോർ എവർ എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിലാണെങ്കിൽ എന്നെന്നും എന്ന് പറഞ്ഞൊരു സിനിമ. ഞാൻ പറയും ഒരുപക്ഷെ ആ കൊല്ലം വന്ന സിനിമകളിൽ അതിഗംഭീരമായ ഒരു സിനിമ തന്നെയായിരുന്നു അത്. എന്തുകൊണ്ടോ അത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമയുടെ ഒരു പ്രമേയം എന്താണെന്ന് വെച്ചാൽ അത് 2050കളിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ്. ഒരു ഭാര്യയും ഭർത്താവും ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ്. അപ്പം അവരോട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വന്ന് പറയുകയാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും അനർഹമായ ഒരു നിമിഷമായി നിങ്ങൾ എന്തിനെയാണോ കരുതുന്നത്, ആ നിമിഷത്തെ ആ മൊമെന്റിനെ നമ്മൾ അനശ്വരമാക്കും, എല്ലാ കാലത്തേക്കുമായിട്ട് പ്രിസർവ് ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യം ആ ഐഡിയയോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല.
പിന്നെ അവർ രണ്ടുപേരും കൂടെ ആലോചിക്കുന്നു. എന്നിട്ട് ഈ ഭർത്താവ് അതിന് സമ്മതിക്കുന്നു, ഭാര്യ സമ്മതിക്കുന്നില്ല. ഭർത്താവ് സമ്മതിക്കുമ്പോൾ അവര് പിന്നെ ഈ കമ്പനിക്കാർ വന്നിട്ട്, കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വന്നിട്ട് ഒരു ചിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ചിപ്പ് അയാളുടെ തലച്ചോറിൽ ഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ